ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു LKLS സ്റ്റാർ മാത്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 5 ആണ് കേട്ടോ. ചാപ്റ്റർ 5ൻ്റെ പേര് പറയാം. ഇത് കണ്ടോ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് ചാപ്റ്റർ 5 ആണ്. സോ എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നാണ് ഇപ്പം ഞാനിവിടെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഒരു ജനറൽ ഫോം ഉണ്ട്, അതുകൂടിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിലും അത് ചുരുക്കിയും ഇവിടെ പറഞ്ഞു തരാം. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇപ്പോൾ ഇതിനകത്ത് ഒരു 8000 എന്നൊരു നമ്പർ ഞാൻ എഴുതി എന്താണ് 8500, പിന്നെ 9000, ദെൻ 9500, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിലിപ്പോൾ ഏതൊരു കൊച്ചുകുട്ടിയോട് നമ്മൾ ചോദിക്കുക ഈ നമ്പേഴ്സിൻ്റെയൊക്കെ പ്രത്യേകത ഉണ്ട്, നമുക്ക് എളുപ്പത്തിൽ പറയാമല്ലോ. കണ്ടോ, ഇവിടെ എത്രയും ഇൻക്രിമെൻറ്റ് ചെയ്തിരിക്കുന്നത് 500, ഇവിടെയോ വീണ്ടും 500 അല്ലേ. ഇതിൻ്റെ കൂടെ 500 ആഡ് ചെയ്തതാണല്ലോ 8500, റൈറ്റ്. ദെൻ 9000, ഇതിൻ്റെ കൂടെ 500 ആഡ് ചെയ്തതാണ് 9000. ദെൻ 9000ൻ്റെ കൂടെ വീണ്ടും 500 ആഡ് ചെയ്തതാണ് 9500. സോ നമുക്ക് എളുപ്പത്തിൽ പറയാം, ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. 500 ആണ്, എല്ലാത്തിൻ്റെ ഇടയിൽ ആരാ ഉള്ള 500. സോ അതിനൊരു ഫിക്സഡ് നമ്പറാണ്. ഈ ഒരു ഫിക്സഡ് നമ്പറിന് നമ്മളൊരു പേര് പറയും, കോമൺ ഡിഫറൻസ് എന്നാണ് നമ്മളിവിടെ പറയുക. പക്ഷേ ഇതൊരു ഫോമുല വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ, ഇത് ഈസി ആയതുകൊണ്ട് നമുക്ക് വേഗം പറയാം. ഇതൊരു ഫോമുലയുണ്ട്, അതിന് വേണ്ടിയിട്ട് ഈ ഓരോ നമ്പറിൻ്റെ ഓരോ പൊസിഷനുകളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ പൊസിഷന്, ഇതിന് നമ്മുടെ പൊസിഷൻ A1 എന്ന് എടുക്കാം. ഫസ്റ്റ് നമ്പർ ഇത് A2, ഇത് A3, ഇത് A4, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് nth നമ്പർ വരെയും പോകും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ A2 മൈനസ് A1 വിച്ച് മീൻസ് വാട്ട്, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്തെഴുതാം, A2 അല്ലേ ആദ്യം എഴുതിയത്, സോ 8500 നമുക്കിവിടെ എഴുതാം അല്ലേ, മൈനസ് 8000. നമുക്ക് എന്താ കിട്ടുക ആൻസർ? 500 കിട്ടി. കണ്ടോ? അതേപോലെ തന്നെ പിന്നെ എങ്ങനെയാണ് ചെയ്യുക, നെക്സ്റ്റിൻ്റെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ നമ്മൾ ചെയ്യുന്നത് എന്താണ്, A3 മൈനസ് A2. ക്ലിയർ ആയല്ലോ അല്ലേ? A3 മൈനസ്, സോ A3 ഇൻഡിക്കേറ്റ്സ് വിച്ച് നമ്പർ, 9000. ക്ലിയർ? സോ 9000 minus, then A2 means what, 8500. So we will get what, 500. So here also we got what, 500. Then next one, see A4, ഇവിടെ ഇത് തമ്മിലുള്ള, ഇപ്പം നമ്മൾ ഇത് രണ്ടും എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ളൊരു ഡിഫറൻസാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. സോ നമുക്ക് അവിടെ എന്തെഴുതാം, A4 മൈനസ് A3. ഓക്കെ. സോ A4 എത്രയാണ്, 9500 മൈനസ് A3 എന്ന് പറഞ്ഞാൽ 9000. ക്ലിയർ? സോ ഹിയർ ഓൾസോ വി ഗോട്ട് വാട്ട്, 500. കണ്ടോ? അപ്പോൾ നമുക്ക് നോക്കിയാൽ 500 എല്ലാത്തിലും സെയിം ഡിഫറൻസ് ആണ് കിട്ടിയത്. അപ്പോൾ ഇതിനെ ഫിക്സഡ് നമ്പർ എന്നാണ് പറയുക, ഫിക്സഡ് നമ്പർ. ഈ ഫിക്സഡ് നമ്പറിന് പറയുന്ന മറ്റൊരു പേരാണ് എന്താണ്, കോമൺ ഡിഫറൻസ്. ക്ലിയർ? കോമൺ ഡിഫറൻസ്. സോ അതിനെ നമുക്ക് CD എന്നും എഴുതാം, അതല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം, ഡിഫറൻസ് D എന്ന് മാത്രമായിട്ടും എഴുതിക്കുക. അപ്പോൾ ഇവിടെ കിട്ടിയ ഡിഫറൻസ് എത്രയാണ്, 500. അപ്പോൾ ഇങ്ങനെ ഓരോ ടേമും ഒരു സീക്വൻസിലുള്ള അല്ലെങ്കിൽ ഒരു AP-യിലുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷനിലുള്ള എല്ലാത്തിൻ്റെയും ഡിഫറൻസ് സെയിം ആയിട്ട് വന്നാൽ അതൊരു AP-യുമാണ്. അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും, ഒരു ഫിക്സഡ് നമ്പറും ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതൊക്കെയാണ് ടേംസ് ആണ് കേട്ടോ. ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, അങ്ങനെ പോകും. അതിന് പേര് കൊടുത്താണ് A1, A2, A3, A4. സോ നമ്മൾ ഡിഫറൻസ് കാണുന്നത് എപ്പോഴും ഇങ്ങനെയായിരിക്കും കേട്ടോ, A4 മൈനസ് A3, ദെൻ A3 മൈനസ് A2, A2 മൈനസ് A1. ക്ലിയർ ആയല്ലോ അല്ലേ? ഇത്രയും പോർഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ, ഒരു എന്താണ്, ജനറൽ ഫോം ഓഫ് ആൻ AP എന്ന് പറഞ്ഞാണ് പഠിക്കാൻ പോകുന്നത്. ഒരു ജനറൽ ഫോം അതാണ് ഈ കാണുന്നത്, A, A+D, A+2D, A+3D. സോ ഇതാണ് ജനറൽ ഫോം ഓഫ് AP എന്ന് പറയുന്നത്. എന്തായിരിക്കും ആ ജനറൽ ഫോം ഓഫ് AP എന്ന് നമ്മൾക്കൊന്ന് നോക്കാമല്ലേ. അപ്പോൾ എന്താ പറഞ്ഞത്, ജനറൽ ഫോം എന്ന് പറഞ്ഞത് ഒന്നുകൂടെ ശ്രദ്ധിച്ചോട്ടോ. A, then A+D, നെക്സ്റ്റ് വൺ എന്താണ്, A+2D, then A+3D. This is our general form of an AP. Clear? General form of an AP means what, A, A+D, A+2D, A+3D. അതായത് നമുക്കിപ്പോൾ സപ്പോസ് A തന്നിട്ടുണ്ടാവും, വിച്ച് മീൻസ് വാട്ട്, ഫസ്റ്റ് ടേം കേട്ടോ, ആദ്യത്തെ ഒരു ടേം നമുക്കിവിടെ തന്നിട്ടുണ്ടാവും. ഓക്കെ.
ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, 2 എടുക്കാം അല്ലേ. ഇനി ഡിഫറൻസ്, ഡി മീൻസ് ഡിഫറൻസ് അല്ലേ. ഡിഫറൻസ് തന്നിട്ടുള്ളത് ഒരു 3 ആണെന്ന് കരുതുക. അപ്പോൾ ഇപ്പോൾ എ എന്ന് പറഞ്ഞത് ആരാണ്? ഫസ്റ്റ് ടേം. സോ നമുക്ക് എന്തെഴുതാം? ആ 2 എഴുതിക്കൂടെ? ദെൻ എ പ്ലസ് ഡി എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ എ പ്ലസ് ഡി എന്ന് പറയുമ്പോൾ എ ഇതാണ് 3. സോ എ പ്ലസ് ഡി എന്ന് പറയുമ്പം ഈ 2 ആണ് എ, പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എന്താ, പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 5. അപ്പോൾ ഇതെങ്ങനെയാണ് എടുത്താൽ നമ്മൾ എ പ്ലസ് 2d എന്നുള്ള ഇതിലാണ് നമ്മളിപ്പോൾ ഇത് കിട്ടിയത് അല്ലേ, 5. അപ്പോൾ നെക്സ്റ്റ് ടേം എന്താ? നമുക്ക് 5 ആണ്. കണ്ടോ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന എന്താണ്? ഫസ്റ്റ് ടേമും തന്നു, ഡിഫറൻസും തന്നു. അതിൽ നിന്ന് നമ്മളൊരു AP ഫോം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ഫോം ചെയ്യുന്ന ജനറൽ ഫോമാണിത്. എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d. ക്ലിയർ? എന്നാൽ ഇനി നെക്സ്റ്റ് ടേം അല്ലേ, അവിടെ എന്താ എഴുതിയിരിക്കുക നോക്കിയേ? എ പ്ലസ് 2d എന്നാണ്. സോ നമുക്ക് എഴുതാം എ എത്രയാണ്? 2 പ്ലസ് 2dൻ്റെ മീനിങ് എന്താണ്? 2 ഇൻറ്റു ഡി. സോ 2 ഇൻറ്റു ഇത് ഈ 2 ആണ് കേട്ടോ ഈ കിടക്കുന്നത്. ഡി ആരാണ്? 3 ആണ്. സോ നോക്കിയേ, ഇവിടെ കിടക്കുമ്പോൾ ഈ 2 എടുത്തു. ദെൻ എന്ത് വരും? പ്ലസ് 2 3s 6 വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടി? 8. സോ വാട്ട് ഈസ് അവർ നെക്സ്റ്റ് ടേം? 8. നോക്കിയേ, ഇനി ഇപ്പോൾ ഇവിടെ കിടന്നത് എന്താണ്? എ പ്ലസ് 3d എന്നാണ്. സോ എ എന്ന് പറഞ്ഞാൽ ആരാണ്? 2 ആണ്. സോ നമുക്ക് 2 എടുക്കാം. പ്ലസ് 3d എന്ന് പറയുമ്പോൾ എന്താണ്? 3 ഇൻറ്റു ഡിഫറൻസ് എത്രയാണ് ഇവിടെ? 3 തന്നെയാണ്. ഇവിടെ എന്തായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്? 2 പ്ലസ് 3 3s 9. എത്ര കിട്ടി? 10 11. 3 3s 9 പ്ലസ് 2. സോ 10 11. ഇനി നിങ്ങളിതൊന്ന് നോക്കുക. കണ്ടോ, ഈ 2ൻ്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോഴാണോ ഈ 5 കിട്ടിയത്? ഈ 5ൻ്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോഴാണ് 8. ദെൻ ഇതിൻ്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോഴാണ് 11ഉം കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ഇത് നമ്മൾ ഫോം ചെയ്തു അല്ലേ. നമുക്ക് തന്നത് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ? ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. സപ്പോസ് ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ, ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ഇതാണ്. എ എന്ന് പറയുന്ന ഫസ്റ്റ് ടേം 2 തന്നു, ഡി എന്ന് പറഞ്ഞാൽ 3 തന്നു. ഇതിൽ നിന്ന് നമ്മളോടൊരു AP കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ ഫോമുല, ജനറൽ ഫോം ഇതാണ്. എ പ്ലസ് ഡി, എ പ്ലസ് 2d, ഇങ്ങനെ പോകും. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ആൻഡ് ഫോർത്ത് ടേം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ ഇതെന്താ? A1, ഇത് A2, ഇത് A3, ഇത് A4. ക്ലിയർ ആയാലോ? ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്ത് എത്ര കിട്ടി? 3 കിട്ടി. ദെൻ A3 മൈനസ് A2 വിച്ച് മീൻസ് വാട്ട്? 8 മൈനസ് 5 ഈക്വൽ ടു 3. ദെൻ നെക്സ്റ്റ് വൺ A2 മൈനസ് 2 വിച്ച് മീൻസ് വാട്ട്? മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3. അപ്പോൾ എല്ലാം 3 കിട്ടി. സോ ഇങ്ങനെ നമുക്ക് ഒരിത് ഫോം ചെയ്തെടുക്കാൻ പറ്റും. ഒരു AP നമ്മളിപ്പോൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്തു. ക്ലിയർ ആയോ? സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ചിൽഡ്രൻ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.